നമസ്കാരം, ഏവർക്കും പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനമായ ബ്രഹ്മോസ് എയ്റോസ്പേസ് തിരുവനന്തപുരം ലിമിറ്റഡിനെ മാതൃസ്ഥാപനമായ BAPL നിന്ന് വേർപെടുത്താനുള്ള നീക്കം തീരുമാനമായതായി അറിയുന്നു. വാർത്തകൾ വിശദമായി. ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ബ്രഹ്മോസ് എയ്റോസ്പേസ് തിരുവനന്തപുരം ലിമിറ്റഡിനെ മാതൃസ്ഥാപനമായ BAPL നിന്ന് വേർപെടുത്താനുള്ള നീക്കം തീരുമാനമായതായി അറിയപ്പെടുന്നു. വേർതിരിക്കാനുള്ള കാരണങ്ങൾ ഇവയൊക്കെയാണ്. BAPL ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെയും വാർഷിക പൊതുയോഗത്തിന്റെയും തീരുമാനങ്ങളിലൂടെയാണ് ഈ വേർതിരിക്കൽ പ്രമേയം പാസ്സായിരിക്കുന്നത്. ജീവനക്കാർക്കും യൂണിയൻകാർക്കും ഇത് വളരെ ആശങ്കയുണ്ടാക്കി. ഇത് സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിക്കാതെയാണ് ഈ തീരുമാനം നടത്തിയതെന്നും റിപ്പോർട്ടുണ്ട്. ഈ നീക്കം കാരണം യൂണിയന്റെ ഭാവി, തൊഴിൽ സുരക്ഷിതത്വം, കേരളത്തിലെ പ്രധാന പ്രതിരോധ നിർമ്മാണ രംഗത്തെ പ്രാതിനിധ്യം എന്നിവയെക്കുറിച്ചും ജീവനക്കാർക്കും സംസ്ഥാന സർക്കാരിനും തൊഴിലാളികൾക്കും യൂണിയനുകൾക്കും ആശങ്കയുണ്ടാക്കി. ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണത്തിന്റെ കൃത്യതയുള്ള ഘടകങ്ങൾ, എഞ്ചിനുകൾ, മറ്റു നിർണായക സംവിധാനങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിലും BATLന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. BATLനെ ഡീലിംഗ് ചെയ്യുന്നതിന്റെ ആശങ്ക അറിയിച്ച് തിരുവനന്തപുരം MP ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധ ക്ഷണിച്ചു. BATL ഒന്നുകിൽ നിലവിലെ സംയുക്ത സംരംഭമായ BAPLനെ കീഴിൽ നിലനിർത്തണമെന്നോ അല്ലെങ്കിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ കീഴിലുള്ള ഒരു നേരിട്ടുള്ള ഉൽപാദന കേന്ദ്രമായി പുനർസംഘടിപ്പിക്കണമെന്നോ അദ്ദേഹം ആവശ്യപ്പെട്ടു. മുൻ കേന്ദ്ര മന്ത്രി രാജീവ് ചന്ദ്രശേഖർ പിന്നീട് വ്യക്തമാക്കിയത് BATLനെ DRDOയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കുമെന്നും പ്രതിരോധ മന്ത്രാലയം ഉറപ്പ് നൽകിയിട്ട് ഉണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇത് യൂണിറ്റിന്റെ തന്ത്രപരമായ പ്രാധാന്യം നിലനിർത്താനും ജീവനക്കാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തത ലക്ഷ്യമാക്കി യോജിപ്പിക്കാനും ലക്ഷ്യമിടുന്നു. 2007 കേരള ഹൈടെക് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് 1 രൂപയ്ക്ക് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കൈമാറിയത്. പിന്നീട് 2008 ജനുവരിയിൽ ഇത് BAPLന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനമായ BATL ആയി മാറി. നമുക്കിനി ബ്രഹ്മോസിന്റെ ചരിത്രത്തിലേക്ക് പോകാം. ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് 1998 ഫെബ്രുവരി 12 സ്ഥാപിതമായ ഒരു ഇൻഡോ റഷ്യൻ സംയുക്ത സംരംഭമാണ്. ഇതിന്റെ പങ്കാളികൾ ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യയുടെ NPO മാഷ്നോസ്ട്രേനിയയും ചേർന്നാണ് ഇത് സ്ഥാപിച്ചത്. പേരിന് പിന്നിൽ ഇന്ത്യയുടെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്കോവ നദിയുടെയും പേരുകൾ ചേർത്താണ് ബ്രഹ്മോസ് എന്ന പേര് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ലക്ഷ്യം ലോകോത്തര നിലവാരമുള്ള സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ രൂപകൽപ്പന ചെയ്യുക, വികസിപ്പിക്കുക, നിർമ്മിക്കുക, വിപണനം ചെയ്യുക എന്നതാണ്. ഇതിന്റെ വികസനം 1990കളിലെ ഗൾഫ് യുദ്ധത്തിനു ശേഷം ഇന്ത്യക്ക് ക്രൂയിസ് മിസൈൽ സംവിധാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നാണ് ബ്രഹ്മോസിന്റെ ആശയം ഉടലെടുക്കുന്നത്. 1998 അന്നത്തെ ഇന്ത്യൻ ശാസ്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ APJ അബ്ദുൽ കലാം, റഷ്യൻ ഉപപ്രതിരോധ മന്ത്രി NB മിഖേലോവ് എന്നിവർ മോസ്കോയിൽ വച്ച് ഈ കരാറിൽ ഒപ്പുവച്ചു. സംയുക്ത സംരംഭത്തിൽ ഇന്ത്യക്ക് 50.5%, റഷ്യക്ക് 49.5% ഓഹരിയിൽ പങ്കാളിത്തമുണ്ട്. ഇതിന്റെ വിക്ഷേപണം 2001 ജൂൺ 12 ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ ആദ്യത്തെ വിജയകരമായ പരീക്ഷണവും വിക്ഷേപണവും നടന്നു. ഇതിന്റെ സവിശേഷതകൾ പറയുകയാണെങ്കിൽ ശബ്ദത്തിന്റെ വേഗതയേക്കാൾ ഏകദേശം 3 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാണിത്. കര, കപ്പൽ, അന്തർവാഹിനി, വ്യോമം എന്നിവിടങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന ബ്രഹ്മോസിന്റെ വിവിധ വകഭേദങ്ങൾ ഇന്ത്യൻ കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ ഭാഗമാണ്. ഇതിന്റെ നിർമ്മാണ കേന്ദ്രങ്ങൾ ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്രഹ്മോസിന് ഹൈദരാബാദിലും തിരുവനന്തപുരത്തിലും ഉൽപാദന കേന്ദ്രങ്ങളുണ്ട്. അടുത്തിടെ ലക്നൌവിലും ഒരു കേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ട്.
എ.കെ. ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്തെ തിരുവനന്തപുരം ബ്രഹ്മോസ് യൂണിറ്റിലെ തൊഴിൽ തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു. ബ്രഹ്മോസ് എയ്റോസ്പേസ് തിരുവനന്തപുരം ലിമിറ്റഡ് മാതൃസ്ഥാപനമായ ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉപസ്ഥാപനമായി മാറിയ 2007 ശേഷവും എ.കെ. ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന 2006 മുതൽ 2014 വരെയുള്ള കാലയളവിലും പ്രധാനമായും ഉയർന്നു വന്നത് കമ്പനിയുടെ സ്ഥിരത, ട്രേഡ് യൂണിയൻ അവകാശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള തർക്കങ്ങളായിരുന്നു. ആ കാലഘട്ടത്തിലെ ശ്രദ്ധേയമായ ചില തർക്ക വിഷയങ്ങൾ എന്തെന്നാൽ കമ്പനിയുടെ പദവിയെക്കുറിച്ചുള്ള അവ്യക്തത, കെൽടെക് എന്ന സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനം കേന്ദ്ര സർക്കാർ സ്ഥാപനമായി കണക്കാക്കിയാണ് പ്രതിരോധ മന്ത്രാലയത്തിന് കൈമാറിയത്. എന്നാൽ BATL ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യൻ കമ്പനിയായ NPOയും ചേർന്ന സംയുക്ത സംരംഭമായ BAPLന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഒരു ഉപസ്ഥാപനമായി മാറി. ഇതോടെ ഇത് ഒരു RDOയുടെ കമ്പനിയാണോ അതോ സ്വകാര്യ കമ്പനിയാണോ എന്നതിൽ തൊഴിലാളി യൂണിയനുകൾക്ക് സംശയമുണ്ടായി. കമ്പനിയുടെ പദവി വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ബ്രഹ്മോസ് എംപ്ലോയ്മെന്റ് യൂണിയൻ, ബ്രഹ്മോസ് സ്റ്റാഫ് അസോസിയേഷൻ എന്നിവ എ.കെ. ആന്റണിയോട് തന്നെ ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന് നിക്ഷേപമില്ലെങ്കിൽ പിന്നെ ഇത് എങ്ങനെയാണ് ഒരു കേന്ദ്ര സ്ഥാപനമായി മാറിയതെന്നും തർക്കമുയർത്തി. ട്രേഡ് യൂണിയൻ അവകാശങ്ങൾ നിഷേധിക്കാനുള്ള ശ്രമവും ഉണ്ടായി. BATL സ്ഥാപിച്ചതിന് തൊട്ടു പിന്നാലെ തൊഴിലാളി പ്രശ്നങ്ങൾ ഉടലെടുത്തു. 2012 ഡിസംബർ വരെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടില്ലെന്ന് ജീവനക്കാർ ഒരു ഉറപ്പ് നൽകിയിരുന്നു എന്ന് BATLന്റെ മാനേജ്മെന്റ് വാദിച്ചു. ഈ കാരണം പറഞ്ഞ് യൂണിയനുകളുടെ നിലനിൽപ്പ് അംഗീകരിക്കാൻ മാനേജ്മെന്റ് വിസമ്മതിച്ചു. ട്രേഡ് യൂണിയൻ നിയമത്തിലെ സെലക്ഷൻ 15 പ്രകാരം കമ്പനിയെ ഒഴിവാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയതിനെ യൂണിയനുകൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടി ജീവനക്കാരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിഷേധിക്കുന്നത് എന്തിനാണെന്ന് യൂണിയനുകൾ ചോദ്യം ചെയ്തു. ആന്റണിയുടെ പ്രതികരണം ഇതേക്കുറിച്ച്: ബ്രഹ്മോസ് പോലുള്ള ഒരു പ്രതിരോധ സ്ഥാപനങ്ങളിൽ തൊഴിലാളി തർക്കങ്ങൾ ഉണ്ടാകുന്നത് സംസ്ഥാനത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്ക് തെറ്റായ സന്ദേശം നൽകുന്നുവെന്നും അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്നും എ.കെ. ആന്റണി പരസ്യമായി പ്രതികരിച്ചു. ബ്രഹ്മോസ് ഒരു സംയുക്ത സംരംഭമാണെന്നും അല്ലാതെ ഒരു സ്വകാര്യ സ്ഥാപനമല്ല എന്നും അദ്ദേഹം വ്യക്തത വരുത്തി. യൂണിയനുകളുടെ ഈ വാദങ്ങൾ സംസ്ഥാനത്തിന്റെ വ്യാവസായിക അന്തരീക്ഷം വഷളാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രഹ്മോസ് എന്ന പേര് ഉപയോഗിക്കുന്നതിലെ തർക്കമുണ്ടായി. 2018 ട്രേഡ് യൂണിയനിസത്തിന്റെ കളങ്കം മിസൈൽ ഉൽപാദനത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ട്രേഡ് യൂണിയനുകൾ ബ്രഹ്മോസ് എന്ന പേര് ഉപയോഗിക്കുന്നത് നിരോധിക്കണമെന്ന് മാതൃസ്ഥാപനമായ BAPL ലേബർ ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ടു. താങ്കൾ സ്ഥാപനത്തിന്റെ പേര് ഉപയോഗിക്കുന്നതും ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കില്ലെന്നും യൂണിയനുകൾ പ്രതികരിച്ചു. എന്നാൽ ലേബർ ഡിപ്പാർട്ട്മെന്റ് ഈ വിഷയത്തിൽ നിസ്സഹായകത പ്രകടിപ്പിച്ചു. ചുരുക്കത്തിൽ എ.കെ. ആന്റണിയുടെ കാലത്ത് BATL നിലനിന്ന് വന്നിരുന്ന പ്രധാന തർക്കങ്ങൾ കമ്പനിക്ക് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പദവി ഉറപ്പാക്കുക, ട്രേഡ് യൂണിയൻ ഭരണഘടനാ അവകാശങ്ങൾ നേടിയെടുക്കുക തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടിരുന്നു. ഈ വിവാദങ്ങൾ സംസ്ഥാനത്തിന്റെ വ്യാവസായിക അന്തരീക്ഷത്തെ ബാധിക്കുമെന്ന് ആന്റണി ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ബ്രഹ്മോസ് എയ്റോസ്പേസ് തിരുവനന്തപുരം ലിമിറ്റഡ് യൂണിറ്റിലെ തൊഴിലാളി തർക്കങ്ങളും പദവി സംബന്ധിച്ച അവ്യക്തതകളും പരിഹരിക്കുന്നതിൽ എ.കെ. ആന്റണിയുടെ ഇടപെടലുകൾ ചില പ്രധാന നേട്ടങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ തൊഴിലാളി യൂണിയനുകളുടെ എല്ലാ ആവശ്യങ്ങളും പൂർണ്ണമായി അംഗീകരിക്കാൻ ആ ഇടപെടൽ പര്യാപ്തമായിരുന്നില്ല. ആന്റണിയുടെ ഇടപെടലുകളുടെ പ്രയോജനകരമായ പ്രധാന മേഖലകൾ ഇവയാണ്: കമ്പനിയുടെ പദവി സംബന്ധിച്ച അവ്യക്തത നീക്കുന്നതിൽ ബ്രഹ്മോസ് ഒരു സ്വകാര്യ സ്ഥാപനമാണോ അതോ പൊതുമേഖലാ സ്ഥാപനമാണോ എന്നതിനെ കുറിച്ച് തർക്കങ്ങൾ രൂക്ഷമായപ്പോൾ പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ എ.കെ. ആന്റണി അത് ഇന്ത്യയും റഷ്യയും ചേർന്നുള്ള ഒരു സംയുക്ത സംരംഭമാണെന്നും അല്ലാതെ ഒരു സ്വകാര്യ സ്ഥാപനമല്ലെന്നും പരസ്യമായി പ്രസ്താവിച്ചു. ഈ പ്രസ്താവന കമ്പനിയുടെ പദവി
സംബന്ധിച്ച അടിസ്ഥാനപരമായ അവ്യക്തത നീക്കം ചെയ്യാനും തൊഴിലാളികളുടെയും പൊതുജനങ്ങളുടെയും ആശങ്ക ഒരു പരിധിവരെ ആശ്വാസം നൽകാനും സാധിച്ചു. ട്രേഡ് യൂണിയനുകളുടെ പ്രവർത്തനം സംസ്ഥാനത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്ക് ദോഷകരമാകുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടെങ്കിലും ബ്രഹ്മോസ് പോലുള്ള ഒരു പ്രതിരോധ സ്ഥാപനത്തിൽ തൊഴിൽ തർക്കം വളരാൻ അനുവദിക്കരുത് എന്ന നിലപാട് അദ്ദേഹം ശക്തമായി എടുത്തിരുന്നു. ഇത് സ്ഥാപനത്തിന്റെ പ്രവർത്തനം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായകമായി. കേരളത്തിലെ പ്രതിരോധ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിന് താൻ പ്രതിജ്ഞാബദ്ധനാണെന്നും അതിനാൽ രാഷ്ട്രീയത്തിന് അതീതമായി വികസന വിഷയങ്ങളെ കാണണമെന്നും അദ്ദേഹം വാദിച്ചു. ഇത് യൂണിയന്റെ നിലനിൽപ്പിനും തുടർ പ്രവർത്തനങ്ങൾക്കും കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ ഉറപ്പാക്കുന്നതിന് നിർണായകമായി. കെൽട്ടക്ക് ഏറ്റെടുത്തപ്പോൾ താൻ പ്രതിരോധ മന്ത്രിയായിരിക്കുകയും കേരളത്തിൽ CPIM നേതൃത്വത്തിലുള്ള LDF സർക്കാർ വ്യവസായ മന്ത്രിയായി ഇളമരം കരീം ഉണ്ടായിരുന്നപ്പോഴും വികസന കാര്യത്തിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് പ്രവർത്തിച്ചതിനെ ആന്റണിയെ പ്രശംസിച്ചു. ഈ ഇടപെടൽ കേന്ദ്ര സംസ്ഥാന സഹകരണത്തിന്റെ അന്തരീക്ഷം നിലനിർത്താൻ സഹായിച്ചു. ഇത് BATLന്റെ സുഗമമായ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായിരുന്നു. എങ്കിലും തൊഴിലാളി യൂണിയനുകളുടെ പ്രധാന ആവശ്യമായിരുന്ന ട്രേഡ് യൂണിയൻ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിലും കമ്പനിയെ ഒരു പൂർണ്ണ പൊതുമേഖലാ സ്ഥാപനമായി നിലനിർത്തുന്നതിനും ആന്റണിയുടെ ഇടപെടൽ പൂർണ്ണമായി വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം. ട്രേഡ് യൂണിയന്റെ അവകാശങ്ങൾ നിഷേധിച്ചതിനെ തൊഴിലാളികൾക്ക് കോടതിയെ സമീപിക്കേണ്ട സാഹചര്യമുണ്ടായി. BATLന്റെ തൊഴിലാളി തർക്കങ്ങൾ പൂർണ്ണമായും പരിഹരിച്ചില്ല എങ്കിലും സ്ഥാപനത്തിന്റെ പദവി സംബന്ധിച്ച അവ്യക്തത നീക്കാനും ഒരു പ്രതിരോധ യൂണിറ്റ് എന്ന നിലയിൽ അതിന്റെ നിലനിൽപ്പ് ഉറപ്പാക്കാനും സഹായകമായി. അതുകൊണ്ട് തന്നെ ദീർഘകാല അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിന് അത് പ്രയോജനം ചെയ്തു എന്ന് വിലയിരുത്താവുന്നതാണ്. മുൻ പ്രധാനമന്ത്രി AK ആന്റണിയുടെ ഇടപെടൽ സംബന്ധിച്ച് തിരുവനന്തപുരം ബ്രഹ്മോസ് യൂണിറ്റിലെ ഇടതുപക്ഷ യൂണിയനുകൾക്ക് പൊതുവെ വിമർശനാത്മകമായ അഭിപ്രായമുണ്ടായിരുന്നു. ട്രേഡ് യൂണിയൻ അവകാശങ്ങൾ നിഷേധിക്കാനും കമ്പനിയെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പരിധിയിൽ നിന്ന് മാറ്റാനുമുള്ള നീക്കങ്ങൾക്കെതിരെ ഇടതുപക്ഷ യൂണിയനുകൾ ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു. അവരുടെ പ്രധാന നിലപാടുകളും വിമർശനങ്ങളും എന്തെന്നാൽ ട്രേഡ് യൂണിയൻ അവകാശങ്ങൾ നിഷേധിക്കൽ, തൊഴിലാളികളുടെ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിഷേധിക്കാനുള്ള മാനേജ്മെന്റിന്റെ ശ്രമങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഒത്താശ നൽകുന്നു എന്ന് യൂണിയനുകൾ ആരോപിച്ചു. ട്രേഡ് യൂണിയൻ നിയമത്തിലെ സെലക്ഷൻ 15 പ്രകാരം കമ്പനിയെ ഒഴിവാക്കാനുള്ള സർക്കാർ ഉത്തരവാദിത്തത്തിനെതിരെ ഇടതുപക്ഷ യൂണിയനുകൾ കോടതിയെ സമീപിച്ചു. ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടി തൊഴിലാളികളുടെ അവകാശങ്ങൾ അടിച്ചമർത്താൻ കേന്ദ്രം ശ്രമിക്കുന്നുവെന്നും അവർ കുറ്റപ്പെടുത്തി. ഈ തർക്കങ്ങൾ സംസ്ഥാനത്തിന്റെ വ്യാവസായിക വളർച്ചയെ ബാധിക്കുമെന്നും രാഷ്ട്രീയത്തിന് അതീതമായി വികസനത്തെ കാണണമെന്നും ഉള്ള ആന്റണിയുടെ പ്രസ്താവനയെ യൂണിയനുകൾ തള്ളിക്കളഞ്ഞു. തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ നിഷേധിക്കുന്നതിനെയാണ് അദ്ദേഹം വിവാദങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നതെന്ന് അവർ വാദിച്ചു. കമ്പനിയുടെ പദവി സംബന്ധിച്ച അവ്യക്തത ഒരു പ്രധാന വിഷയമായിരുന്നു. കേരള ഹൈടെക് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനം വെറും 1 രൂപയ്ക്ക് ഏറ്റെടുത്ത കേന്ദ്ര സർക്കാർ അതിനെ പൂർണ്ണമായും DRDAയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനമാക്കുകയോ അല്ലെങ്കിൽ സർക്കാർ നിക്ഷേപമുള്ള സംരംഭമായി നിലനിർത്തുകയോ ചെയ്യുന്നതിന് പകരം സ്വകാര്യവൽക്കരണത്തിന് സമാനമായ സാഹചര്യം ഉണ്ടാക്കുന്നുവെന്ന് യൂണിയനുകൾ ആരോപിച്ചു. ബ്രഹ്മോസ് ഒരു സംയുക്ത സംരംഭമാണ്, അല്ലാതെ ഒരു സ്വകാര്യ കമ്പനിയല്ല എന്ന ശ്രീ ആന്റണിയുടെ വിശദീകരണം പൂർണ്ണമായും തൃപ്തികരമായിരുന്നില്ല. കാരണം തൊഴിലാളികൾക്ക് സർക്കാർ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ലഭിക്കേണ്ട നിയമ പരിരക്ഷ ലഭിക്കുന്നില്ല എന്ന് അവർ ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയും ഇത് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ആന്റണി പ്രതിരോധ മന്ത്രി ആയിരിക്കുമ്പോൾ തിരുവനന്തപുരത്തെ ബ്രഹ്മോസ് യൂണിറ്റിനെ മറ്റ് യൂണിറ്റുകൾക്ക് നൽകിയതുപോലുള്ള വലിയ നിക്ഷേപങ്ങളിൽ നിന്നും പൂർണ്ണമായ തോതിലുള്ള വികസനത്തിൽ നിന്നും ഒഴിവാക്കി.
ഒരു ഉപസ്ഥാപനമായി മാത്രം നിലനിർത്താനും യൂണിയനുകൾ ആരോപിച്ചു. പുറത്തെ യൂണിറ്റ് ഓർഡറുകൾ ലഭിക്കാൻ സ്വകാര്യ കമ്പനികളോട് മത്സരിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നതായും അവർ ആരോപിച്ചു. ചുരുക്കത്തിൽ AK ആന്റണി ബ്രഹ്മോസ് യൂണിറ്റിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടിയതിനെ സ്വാഗതം ചെയ്തപ്പോഴും തൊഴിലാളികളുടെ നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലും സ്ഥാപനത്തിന്റെ പൊതുമേഖലാ പദവി ഉറപ്പാക്കുന്നതിലും അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ പരാജയപ്പെട്ടു എന്നാണ് ഇപ്പോഴും ഇടതുപക്ഷ യൂണിയനുകൾ വിലയിരുത്തുന്നത്. ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റഡ് ന്യൂസുകളുമായി പൊളിറ്റിക്സ് കേരള വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ നന്ദി, നമസ്കാരം.